ടാഗ് മീഡിയ അവതരിപ്പിക്കുന്ന കത്രിക. നാടകരചന സംവിധാനം പ്രജിത് നമ്പ്യാർ. എടാ ബാലു, കഴുത്തിന് ബ്ലേഡ് വെച്ചിട്ട് നീ എന്താ സ്വപ്നം കാണുക? ഇത് അവനിപ്പോ ചൂടാകട്ടോ. വേഗം പണി തീർത്ത് വിട്. മാഫി ചാൻസ് ഹോയി ചൂഫ് അർബ നഫർ മൗജൂദ് സാൽ ബാദൽ. ഓക്കേ സാശ്രയ ജിയാൻ. ഓക്കേ സുലൈമാൻ റെഡിയാ? അല്ലപ്പ നോമ്പ് കറക്കാൻ ഞാൻ തന്നെ തരിക ഈത്തപ്പയം തന്ന പോലെ തന്നെ പൊതിച്ചുകൂടി അവിടെ കിടക്കുന്നുണ്ടല്ലോ. എന്റെ മൊയ്തോ, ഇന്ന് മാസം കാണും നാളെ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുള്ള തിരക്ക രാവിലെ മുതൽ കാണുന്നത്. ഇന്ന് മാസം കാണുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലാന്ന്. മാസം കണ്ടാലും ഇല്ലെങ്കിലും ഈ ഫ്രീക്കന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ലടോ. ഇവർക്ക് തലയ്ക്ക് മുകളില് ബുർജ് ഖലീഫ പണിഞ്ഞാൽ മാത്രം പോരല്ലോ, താടിയിൽ ഇതുപോലെ പേരെഴുതിയാൻ വേണ്ടേ? ഈ സമയം ഇത്രയായിട്ടും സ്വസ്ഥായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടില്ല. ഒരു കണക്കിന് വെള്ളം കുടിക്കാത്തതൊന്നല്ല തന്നെ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകേണ്ടി വരുമല്ലോ. അത് ശരിയാ. അല്ലടാ ബാലു, നീ എന്താ ഒരു മൈൻഡില്ലാതെ? എന്റെ ബായിൽ എന്താ മുടി പറ്റിയോ? പിന്നെ മണിയേട്ടന് ഇതൊക്കെ ശീലാണ് കേട്ടാ. അതേപോലെ നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാരൊന്നും ഇങ്ങനെ വയറ് കാഞ്ഞ് കിടക്കണ്ട. മൊയ്തു, ഓൻ വന്നിട്ട് ആദ്യത്തെ നോമ്പും പെരുന്നാളല്ലേ, സാരമില്ല, എല്ലാം ശരിയായിക്കോളും. മണിച്ചേട്ടാ, ഇവിടെ മുടിക്കൊരു ടോക്കം വേണട്ടാ. കുറച്ച് കഴിഞ്ഞ് വന്നാ മതി സിബിയെ. ഡാ ബാലു, ഒന്ന് സ്പീഡാക്കട്ടോ. ഇന്നെന്താടാ നിനക്കൊരു ഉഷാറില്ലാത്തേ? ഒന്നുമില്ല മണിയേട്ടാ. ഓ എടാ ബാലു, എന്നോട് അതിലിടക്ക് ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്റെ അമ്മേന്റെ സൂക്കേട് എങ്ങനെയുണ്ട് ഇപ്പോ? സോറി അർബാബ്. അർബാബ്, ആന മസൂൽ ആദ്യം അവർ മിസ്കിൻ. ബാലു, നിനക്ക് വേദനിച്ചോ? എന്താടാ നിനക്ക് പറ്റി? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ മനസ്സൊക്കെ എവിടെയാണ്? അല്ല, എന്താ നിന്റെ പ്രശ്നം? ഏയ് ഒന്നുമില്ല മണിയേട്ടാ, ബ്ലേഡ് നമർന്നുപോയി. ആദ്യായിട്ടാ ഇങ്ങനെ. ആ, അത് പോട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, ഇന്നിന് പണിയെടുക്കണ്ട. ഇതാ അതും കുടിച്ച് റൂമിൽ പോയിക്കോ. മൊയ്തു, ആ തരിയാച്ചെടുത്ത് കൊടുത്തവന്. ബാലു, ബേജാറ് കളയടാ. വിശക്കുന്നുണ്ടെങ്കിൽ നീ വന്ന് വല്ലതും എന്റെ അടുത്തുനിന്ന് കഴിച്ചിട്ട് പോ. എന്റെ മുഖത്ത് നല്ല ക്ഷീണുണ്ട്. പോരാത്തേന് ആ ശൈത്താന്റെ കൈപ്പാടും. 5 അടിയല്ലടോ ഓനിഞ്ഞ് അടിച്ച്. എനക്കൊന്നുമില്ല മൊയ്തുക്ക, തീരെ വിശപ്പില്ലായിട്ടാ. എനക്കൊന്ന് കിടന്നാ മതി. സാരല്ലടോ, ഇതൊക്കെ ഗൾഫിൽ വരുന്ന എല്ലാ ബാർബർമാർക്കും അനുഭവമുള്ളതാ. പണ്ടൊക്കെ പണിയെടുക്കുമ്പോ ഞാൻ എന്റെ സുമതിയോട് സംസാരിക്കാറുണ്ട്. അനുമോന്റെ കുസൃതിയോർത്ത് തനിയെ ചിരിച്ചിട്ടുമുണ്ട്. അബദ്ധത്തിൽ കയ്യൊന്ന് അമർന്നാല് ഞെട്ട് തെളിയുന്ന പോലെ അറബിയുടെ വക ഇതുപോലെ മുഖത്ത് കിട്ടും. പിന്നെ രാത്രി വരെ അതങ്ങനെ ചകരിക്ക് പുകട്ടതുപോലെ നീറും. എല്ലാ അറബികളും അങ്ങനെയല്ല കേട്ടോ. ആ, നീ പോയി റെസ്റ്റ് എടുക്ക്, ഞാൻ കട പൂട്ടി ഭക്ഷണമായി വരാം. മണിയേട്ടന് നേരത്തെ കൂട്ടിയാ? ആ, ഇന്നത്തേക്ക് മതി. ആരോഗ്യമൊന്നും പഴയ പോലെ വഴങ്ങുന്നില്ലടോ. അപ്പൊ പെരുന്നാള് നാളെയില്ലല്ലേ മൊയ്തോ? ആ, ഓമാനൊഴികെ ഏത് ദുനിയാവിലും മറ്റന്നാൾ ഉറപ്പായും കാണുമെന്ന്. മണിയേട്ടാ, നിങ്ങളിത് പോയി ഓനോട് സീരിയസ് ആയിട്ട് ചോദിച്ചേ, എന്താ ഓന്റെ പ്രശ്നമെന്ന്. ആ ബാലുവിന്റെ ചോദിക്കണം. നല്ല മിടുക്കനാ മൊയ്തോ നമ്മളെ പയ്യൻ. പക്ഷേ മൂപ്പർക്കെന്തോ കാര്യായ പ്രശ്നമുണ്ട്. ആ, നീ കുറച്ച് ചപ്പാത്തിയും കറിയുന്നാ. നീ കഴിച്ചിട്ടല്ലേ വരിക? ആ, പാർസൽ ഇതേ. എനിക്ക് കുറച്ചുകൂടി പണിയുണ്ട്. നോക്കി, നിങ്ങൾ ആ ചെക്കനോട് നിങ്ങൾ കഴിച്ചിട്ട് കിടക്കാൻ പറയണേ. ബാലു, ദയവ് ചെയ്ത് അത് തരണം. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ബാലു, ചേട്ടാ ഫോൺ വെക്കല്ലേ. ബാലു.
ഹലോ നീ എന്താ വാതിലടുത്ത് സംസാരിക്കുന്നേ? വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വിശപ്പില്ല മണിയേട്ടാ, നിങ്ങൾ കഴിച്ചിട്ട് കിടന്നു. എന്നാലും എന്താ പ്രശ്നം നീ എന്നോട് പറയൂലല്ലേ? മണിയേട്ടാ, ഒന്നുമില്ല. ബാലു, എനിക്കുണ്ട് നിന്നെ പോലെ ഒരു മോൻ. മണിയേട്ടാ, എന്നോട് പറ ബാലു, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ? ശേഖരേട്ടാ, നിങ്ങൾ ഇറങ്ങിയോ? ആ ദാ ഇറങ്ങുന്ന. ഡോക്ക് ആ വെളിച്ചെണ്ണ വേഗം ഇങ്ങ് കൊടുത്തുവിടണേ. കവല് മാക്കത്തിന് നേർച്ച കൊടുക്കേണ്ടതാ. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്റെ ഭാര്യ. എന്തു പറ്റി? ആ, ഒരു സന്തോഷ വർത്താനുണ്ട്. എന്റെ അച്ഛനും അമ്മയും കൂടി ഇന്ന് രാത്രി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. പൊലച്ച മാക്കത്തിന്റെ മുടിയും കണ്ടിട്ടേ ഓല് പോവുന്ന്. അങ്ങട്ടേല് വിളിച്ചു പറഞ്ഞതാ. നോക്ക്, എല്ലാ സ്ഥലം പോലെ നാട്ടുകാരെ പ്രശ്നമെല്ലാം തീർത്ത് എന്റെ മക്കളെ രണ്ടുറക്കം കഴിയുമ്പോഴത്തേക്ക് വന്നാ പോരാ. ഇന്നെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്നൊന്ന് കഴിക്കണം. അത് ശരി. അപ്പോ എന്റെ ഭാര്യാപിതാവ് നമ്പ്യാരുടെ ആദ്യമായുള്ള വരവ് പ്രമാണിച്ചാണ് ഈ സന്തോഷവും ഒരുക്കങ്ങളും ഒക്കെ. അല്ല, നമ്പ്യാർക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഓ പിന്നെ, കറങ്ങുന്ന കസേലയില് നമ്പ്യാരെ ഇരുത്തി മോളെയും കറക്കിയെടുത്ത് കൂടെ പാർപ്പിച്ചതല്ലേ. ആർക്കായാലും കുറച്ച് ദേഷ്യമൊക്കെ തോന്നും. തോന്നും. പാവച്ഛൻ വയസ്സായില്ലേ. കൊറേ ദിവസമായി ഉറങ്ങാൻ കിടക്കുമ്പോ അമ്മേനോട് എന്നെ പറ്റി തന്നെയാ പറയാന്ന്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയണോ? ഇന്നലെ അച്ഛനില്ലേ കവിത മോളെ സ്കൂളിന്റെ അടുത്ത് കാത്തു നിന്ന് ഓളെ കയ്യിലൊരു പട്ടുപാവാടയും ബ്ലൗസും കൊടുത്തുന്ന്. എന്നിട്ട് ഓളോട് പറയാലോ, അച്ഛനോട് പറയണ്ടാന്ന്. ശരി. അല്ല, നിന്റെ കാലിന് എന്താണ് ഒരു കെട്ട്? അതൊന്നുമില്ല ശേഖരേട്ടാ. അതച്ചാ, പശുവിന് പുല്ലരിയാൻ പോയപ്പോ അമ്മേന്റെ കാലിന് മുള്ളുകൊണ്ടു. അത് പൊട്ടി നീര് വെച്ചതാ. അത് പിന്നെ അച്ഛൻ ചീത്ത പറയുന്നു പേടിച്ചിട്ട് പറയാണ്ട് നിക്കുന്നതാ. ആരോട് പറയാനാ? വന്ന കാലം മുതൽ ഷുഗറിന് മരുന്നെടുക്കുന്നോളാ. അനങ്ങാതെ കുറച്ചിരിക്കാൻ പറഞ്ഞ കേൾക്കണ്ടേ? മരുന്ന് തീർന്നാലും പറയൂല അത് മേടിക്കാൻ. ഡാ ബാലു, ആ അച്ഛാ, നീ ഇങ്ങ് വാ. അച്ഛൻ മാർക്കറ്റിൽ നിന്ന് കുറച്ച് നല്ല മീൻ വാങ്ങിത്തരാം. ആ എടോ, പിന്നെ എന്റെ പുളിയുമ്പോഴോട്ടൊന്നും മറക്കണ്ട. ആ, വെക്കാം. നിങ്ങൾ വേഗം ഇങ്ങ് പോരണേ. പാർട്ടിക്കാരിയാന്ന് പറഞ്ഞ റോട്ടുമേൽ അധികം നിക്കണ്ട. നേരത്തെ കുടുംബശ്രീക്ക് പോയപ്പോ പറയുന്ന കേട്ടിന് റോട്ടിൽ എന്തെല്ലോ പ്രശ്നമുണ്ടെന്ന്. ആരെയോ കുത്തിന്നോ ആസ്പത്രിയിലാന്നൊക്കെ. ഓ, ഈ BBC കുടുംബശ്രീ കൊണ്ട് വാർത്തകൾക്കൊരു പഞ്ഞും ഇല്ലല്ലോ അല്ലേ? അച്ഛൻ വരുമ്പോ ചന്തേന്ന് കുപ്പിവളയും പൊട്ടും വാങ്ങണേ. എനിക്ക് കാവില് പോകുമ്പോ ഇടാനാ. ആ, വാങ്ങാം മോളെ. ബാലുവിന് എന്താ വേണ്ടേ? എനക്കൊന്നും വേണ്ടച്ചാ. പിന്നെ അമ്മേന്റെ മരുന്നെങ്കിൽ മറക്കല്ലേ. ആ, ബാലു, എടാ മോളെ കവി, എണീക്ക് മക്കളെ. ആ അമ്മ. ഇത് മാക്കത്തിന് മുടി വെക്കാനായി. ഓ, ഈ ശേഖരേട്ടന്റെ ഒരു കാര്യം. എന്റെ കുപ്പിവള അച്ഛൻ കൊണ്ടുവന്നിനാ. ഒലക്ക കൊണ്ടുവന്നിന്. വൈകുന്നേരം ഞാൻ ഇവിടുന്ന് പോയ മനുഷ്യനാ. ഇനി എപ്പ കൊണ്ടുവരാനാ? ആരാപ്പ ഈ നേരത്തെ ഇങ്ങനെ മുട്ടുന്നേ? ആ വരുന്നേ. എന്താ സുനി, ഇനിയെന്താ ഇന്നേരത്ത്? ശേഖരേട്ടനെ എന്താ ശേഖരേട്ടന് പറ്റിയേ? മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി.
രാവിലെ ഉത്സവത്തിനിടയിൽ വീട്ടിലേക്ക് വരികയായിരുന്ന സഖാവിന് പതിയിരുന്നാണ് ആക്രമികൾ ഈ കൃത്യം ചെയ്തത്. അവരെ നമ്മൾ വെറുതെ വിടുമെന്ന് കരുതണ്ട. ശേഖരന്റെ ചോരയ്ക്ക് നമ്മൾ പകരം ചോദിച്ചിരിക്കും. സഖാവ് ശേഖരന്റെ ഭാര്യ ശാരദ, മക്കളായ കവിത, ബാലു എന്നിവരുടെ സംരക്ഷണവും പഠന ചെലവും പാർട്ടി ഏറ്റെടുക്കുന്നു. ആ വിപ്ലവ സൂര്യന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടു രക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. സഖാക്കളെ, ജനിച്ചവൻ സ്മരണയിൽ എനിക്കൊന്നേ പറയാനുള്ളൂ. താരകം രക്തസാക്ഷി. പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തതാ എന്റെ സഖാവ്. ഒരിക്കൽ ഈ വിധി ഉണ്ടാകുമെന്ന് കരുതി തന്നെയാ ഞാൻ ഓറകൂടെ ജീവിച്ചു തുടങ്ങിയത്. മക്കളെക്കാളും എന്നെക്കാളും അദ്ദേഹം പാർട്ടിയെയാ സ്നേഹിച്ചത്. ആരുടെയും ഒരു സൗജന്യവും ഏറ്റുവാങ്ങരുതെന്ന് എന്നെ പഠിപ്പിച്ചതാ എന്റെ സഖാവ്. പാർട്ടിയോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ടും അദ്ദേഹത്തിന്റെ വാക്കുകളെ ബഹുമാനിച്ചുകൊണ്ടും ഞാൻ ജോലി ചെയ്ത് എന്റെ കുടുംബം നോക്കാനാണ് എന്റെ തീരുമാനം. സഖാവിന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും. രക്തം നനച്ചു മഹാകൽപവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ. പശുവിനെ പോറ്റിയിട്ടാണെങ്കിലും അമ്മ ഞങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. എന്നെ ഓട്ടോമൊബൈലിന് ചേർത്തു. കവിത മംഗലാപുരത്ത് നഴ്സിംഗിന്. അല്ലപ്പാ, ഇക്കണ്ട പുല്ലെല്ലാം അരിഞ്ഞു തന്നിട്ടു എന്റെ വിശപ്പ് മാറിയില്ല എന്റെ പയ്യെ. രമേശനോ? ഇന്ന് കൊറേ ആയല്ലോടോ ഇങ്ങോട്ട് കണ്ടിട്ട്. വാ കേറിയിരിക്കേ. ഇല്ല ശാരദച്ചി, ഇരിക്കാൻ സമയമില്ല. ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ. എന്താ രമേശ, എന്തേനു? അത് ശാരദച്ചി എങ്ങനെ പറയണമെന്ന് അറിയില്ല. നമ്മുടെ കവിതയുടെയും വാഴയിലെ ജമാൽക്കയുടെ മോൻ ഉനേസിന്റെയും പേരില് അവിടെ മംഗലാപുരത്തും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഉയ് രമേശ, ആ കുട്ടി കവിമോള് പഠിക്കുന്നതിന്റെ അരിയത്തുള്ള പീടികയിലല്ലേ പണിയെടുക്കുന്നേ? ഓക്കെന്തേലും ഫീസോ തിന്നാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓന്റെ കയ്യിലാ കൊടുത്തേക്കല്. അതിനിപ്പോ എന്താ ഉണ്ടായേ? എനിക്കറിയാം ശാരദച്ചി, പക്ഷേ അത് കുറച്ച് സദാചാരക്കാർ പെരുപ്പിച്ച് വഷളാക്കി. പിന്നെ അത് വർഗീയമാക്കാൻ വലിയ താമസം വേണ്ടല്ലോ. ഇവിടെ നാട്ടിലും മുറുമുറുപ്പുകൾ വന്നു തുടങ്ങി. അതിന്റെ പേരിലേ അവളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊരു വാർത്തയുണ്ട്. പേടിക്കാനൊന്നുമില്ല ശാരദത്തി. അതെ, വൈകുന്നേരത്തെ ട്രെയിനിൽ അവള് വരുന്നുണ്ട്. പിന്നെ മാധ്യമക്കാരും ചേനലും അവർക്ക് വേണ്ട പോലെ എരിവും പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്നാ പിന്നെ ബാലു മോനെ, ആ കഞ്ഞി എടുത്ത് കുടിക്കേ. ഞാൻ കുടിക്കാമേ. കവിമോളൊന്നും കുടിച്ചിനാ? ഇല്ല, കൊറേ പറഞ്ഞുതരാം. ഒരു ലേശം കഞ്ഞിവെള്ളം കുടിച്ച്. അമ്മ കിടന്നോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാം.
മണിയേട്ടാ, എന്റെ കണ്ണിന്റെ മുന്നിൽ ഇപ്പൊ ആ രൂപമുണ്ട്. ആടുന്ന എന്റെ അനിയത്തിന്റെ കാല് പിടിച്ച എന്റെ അമ്മേനെ കാഴ്ചല്. അന്ന് താളം തെറ്റിയ എന്റെ അമ്മേന്റെ മനസ്സ് ഇപ്പോഴും നേരെയായിട്ടില്ല. അസുഖം കൂടിയും കുറഞ്ഞും ഇങ്ങനെ ഇരിക്കും. ചിലപ്പോ വയലന്റ് ആവും. പാർട്ടിക്കാരും നാട്ടുകാരും ഒക്കെ ആദ്യമൊക്കെ സഹായിച്ചു. ഒടുവിൽ ഞാനും അമ്മയും മാത്രമായി. അവസാനം വീട് ജപ്തി ചെയ്യുമെന്നായപ്പോ അന്ന് ഞാൻ മറ്റു വഴിയില്ലാതെ എന്റെ അമ്മേനെ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒറ്റ തവണയെ ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടുള്ളൂ. അവിടെ ആ ഇരുണ്ട കോടി നീര് വന്ന കാലിൽ ചങ്ങലയിട്ട് എന്റെ അമ്മ. എനിക്ക് എന്റെ അമ്മനെ അങ്ങനെ കാണണ്ട മണിയേട്ട. എനിക്ക് എന്റെ അമ്മനെ അങ്ങനെ കാണണ്ട. ബാലു, പടച്ചോന്റെ കളി ചിലപ്പോ നമുക്ക് പോലും മനസ്സിലാവില്ല. ആരെങ്കിലും ചെയ്ത പാപങ്ങൾ ആളറിയാതെ മറ്റുള്ളവരെ തലയിൽ കെട്ടിവെക്കുക, അല്ലാണ്ട് എന്താ പറയാ. ആടെയും തീർന്നില്ല മണിയേട്ട. ഇപ്പോ അമ്മക്ക് നല്ല മാറ്റമുണ്ട്. പക്ഷെ കാലുകളിൽ ചങ്ങലയുണ്ടാക്കിയ വ്രണം അതങ്ങ് പഴുത്ത്, ഷുഗറും കൂടി. ഇപ്പൊ ഡോക്ടർമാർ പറയുന്നു അത് മുകളിലോട്ട് പടരുന്നതിന് മുന്നേ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കാല് മുറിക്കണം. ഇത്രയും വലിയ കന ഉള്ളിൽ വെച്ചാണോ ബാലു നീ? എനിക്കിപ്പോ എന്റെ അമ്മേനൊരു നോക്ക് കണ്ടാ മതി മണിയേട്ടാ. ഇന്നലെ ഹോസ്പിറ്റലിൽ നഴ്സ് അയച്ചതാ. മോനെ, എനിക്ക് സുഖാണോ മോനെ? അമ്മ ഇന്നലെ മോനെ സ്വപ്നത്തിൽ കണ്ട്. മോന് വരാൻ പറ്റൂലെന്ന് അമ്മക്കറിയാം. അമ്മയ്ക്ക് തീരെ വയ്യടാ. വേദന സഹിക്കാൻ പറ്റുന്നില്ലടാ. ബാലു, എല്ലാം ഓരോ പരീക്ഷണങ്ങളാണ് മോനെ. ആ, കുഴപ്പമില്ല. നീ നാളെ തന്നെ നാട്ടിലേക്ക് പോയിക്കോ. ഞാൻ ആ വിനോദിനെ വിളിക്കാം. ടിക്കറ്റ് അവൻ ബുക്ക് ചെയ്യും. അതത്ര എളുപ്പമല്ല ആശാനെ. എന്റെ പാസ്പോർട്ട് ആ ജോസിന്റെ കയ്യിലാ ഉള്ളത്. ഏത് ജോസ്? ആ ബ്ലേഡ് ജോസോടോ? പലപ്പോഴായി ഞാൻ അവനോട് കടം വാങ്ങിയിട്ടുണ്ട്. പണയം വെക്കാൻ പാസ്പോർട്ട് അല്ലാതെ എന്റെ കയ്യിലെന്താ ഉള്ളത്? ഇപ്പോ 1700 ദിനാറും അതിന്റെ പലിശയും കൊടുത്താലേ അവൻ പാസ്പോർട്ട് തരുന്നു. ഇതായിരുന്നു വൈകുന്നേരം കടയിൽ വെച്ച് മൊയ്തുക്ക അമ്മേന്റെ സുക്കേടിനെ പറ്റി ചോദിച്ചപ്പോ എന്റെ കൈ ഒന്ന് പാളിപ്പോയത്. ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. ആ, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 1700 ദിനാർ അതും ഇപ്പൊ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാനാ? കൂടാതെ പലിശ. അറിയാം മണിയേട്ടാ, നിങ്ങളെ മൊയ്തൂക്കിന്റെ എല്ലാം വിഷമം എനിക്ക് അറിയുന്നല്ലേ. അതുകൊണ്ടാ ഞാൻ ആരോടും ഒന്നും പറയാണ്ടെന്നു. അപ്പൊ ഇനി എന്താ ചെയ്യാ? അമ്മയുടെ ഓപ്പറേഷൻ? എനക്കറിയില്ല മണിയേട്ടാ. ബാലു, മണിയേട്ട പറയുന്ന കേക്ക്. ഇല്ല മണിയേട്ടാ, എന്റെ അമ്മയില്ലാതെ ഞാനില്ല. ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും തൊട്ടവനാ ഞാൻ. ഇപ്പോ എന്റെ അമ്മേന്റെ മുന്നിലും ഇപ്പൊ എനിക്ക് ഒന്നുമില്ല. ബാലു തോറ്റുപോയി. മണിയേട്ടൻ ഉറങ്ങിക്കോ. സ്വപ്നത്തില് ആ തോറ്റം പാട്ട് കേട്ട് എന്റെ അമ്മ എന്റെ കൂടെ ഉറങ്ങണം.
ആരോടും ശല്യമില്ലാതെ, ആർക്കും ശല്യാക്കാതെ. ബാലു മോനെ, ഞാൻ പറയണേ കേക്ക്. മോനെ മണിയണ്ണ പറയണേ, നിക്ക് മോനെ. ബാലു, നീ പാതിരാത്രി എങ്ങോട്ടാ മോനെ? പറയണേ കേക്ക്. ബാലു, ബാലു, ബാലു. മിസ്റ്റർ ബാലു. ഡോക്ടറെ, അമ്മ. ആ, പേടിക്കാനൊന്നുമില്ല. 24 hours ഒബ്സർവേഷനിലായിരുന്നു. ഇപ്പോ ചെറിയൊരു സെഡേഷൻ ഉണ്ട്. സംസാരിച്ച് കൂടുതൽ സ്ട്രെയിൻ എടുപ്പിക്കേണ്ട കേട്ടോ. ബി കെയർഫുൾ. അമ്മേ. എടാ ബാലു, എന്റെ മോൻ ഇങ്ങോട്ട് വാ. അമ്മേന്റെ അരിയത്തോടെ ഇരിക്കെ. എന്ത് കോലാടാ ഇത്. ഈ താടിയും മുടിയൊന്നും മുറിക്കാൻ നേരം കിട്ടിയില്ല എനിക്ക്. അമ്മക്ക് വേദനയുണ്ടാ? ഇപ്പൊ അമ്മയ്ക്ക് ഒരു വേദനയും ഇല്ലടാ. എന്റെ മോൻ അമ്മേന്റെ അരിയത്തില്ലേ. മോനെ, ഇവിടെ ആരല്ലോ പറയുന്നിട്ട് മോന്റെ പാസ്പോർട്ട് കിട്ടിയില്ലെന്നോ, മോൻ ആർക്കല്ലോ പൈസ കൊടുക്കാനുണ്ട് എന്നല്ലോ. അമ്മേ, ആരുമില്ലാതെ വീണു പോകുമ്പോ എവിടെയെങ്കിലും നമ്മളറിയാതെ ഒരു കൈത്താങ്ങുണ്ടാവും. എന്റെ മണിയേട്ടനെ പോലെ, എന്റെ മൊയ്തൂക്കനെ പോലെ. പിന്നെ ഒരു ദിവസത്തെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസ ഹോസ്പിറ്റലിൽ അയച്ചു കൊടുത്ത ഒരുപാട് നല്ല മനസ്സുകളെ പോലെ. വരാൻ കഴിയാതെ മരവിച്ച മനസ്സുമായി നിന്നപ്പോ പലിശക്കാരന്റെ കയ്യിലുള്ള പാസ്പോർട്ട് എന്റെ കയ്യിൽ എത്തിച്ചു തന്ന ആ അറബി പോലീസുകാരനെ പോലെ. കത്രിക ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന സംവിധാനം പ്രജിത് നമ്പ്യാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ശാരദ ബിജി ശിവ, ബാലു പ്രജിത് നമ്പ്യാർ, മണി രമേശ് ബേബിക്കുട്ടൻ, ശേഖരൻ ദാമു കോറോ, മൊയ്തു NK അശോകൻ, രമേശൻ അനീഷ് മടപ്പള്ളി, ഡോക്ടർ രമ്യ അനു, അർബാബ് അലി ലാൻസർ, കവിത കൃഷ്ണ രാജീവ്, മാസ്റ്റർ ബാലു ഗോപു അജിത്, സിബി ഷിജിത് അജയ്, സുനി ജേക്കബ് ക്രിയേറ്റീവ് ബേസ്, നേതാവ് ശിശിർ ബാലകൃഷ്ണൻ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ക്രിയേറ്റീവ് ബേസ്, സൗണ്ട് മിക്സിംഗ് കപിൽ രഞ്ജിത്ത് തമ്പാൻ. പ്രത്യേക നന്ദി മുരുകൻ കട്ടാക്കട, ബഹ്റാസ് ഇബ്രാഹിം, ഫൈസാൻ ഇബ്രാഹിം, ബോബി കുര്യാക്കോസ്, സലാം അസീസ്, കുഞ്ഞിരാമൻ മണിക്കര, വിവേക് വിജയൻ, സജീവൻ കണ്ണപുരം, ഫ്രണ്ട്സ് ഓഫ് ചാല ആൻഡ് അവർ ക്ലിക്സ് മെമ്പേഴ്സ്.